അധ്യാപകൻ ടി ജി ജോസഫിന്റെ കൈവെട്ടി കേസിൽ ഒന്നാം പ്രതി സവാദ് മട്ടന്നൂരിൽ താമസിച്ചത് ഒരു വർഷത്തിലധികം. ഷാജഹാൻ എന്ന പേരിലായിരുന്നു താമസം. കുടുംബവുമായാണ് താമസമെന്നും നാട്ടുകാർ. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, 13 വർഷത്തിനു ശേഷമാണ് സവാദിനെ ഒന്നാം പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. ഒരു വർഷത്തോളമായി കണ്ണൂരിലാണ് അദ്ദേഹം താമസിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് എന്നയുടെ അന്വേഷണം എത്തിച്ചേരുന്നതിനും എന്നെ സംഘം ഒടുവിൽ ഈ ഒന്നാം പ്രതിയെ പിടികൂടുകയും ചെയ്തത്? ഷാജഹാൻ എന്ന പേരിൽ കുടുംബവുമായി അവിടെ താമസിച്ച് വരുന്നതായിട്ട് തന്നെയാണോ നാട്ടുകാർ പറയുന്നത്? അവരുടെ പ്രതികരണങ്ങളും ഈ തരത്തിലാണ്. തീർച്ചയായും സുരേഷ, അതായത് ഷാജഹാൻ എന്ന പേരിലാണ് ഇവിടെ താമസിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഏകദേശം ഒരു വർഷത്തിലധികമായി ഇവിടെ സവാദ് താമസിക്കുകയായിരുന്നു. പക്ഷേ നാട്ടുകാർക്കാർക്കും യാതൊരു വിധത്തിലുള്ള ഒരു സംശയത്തിനും ഇടകൊടുക്കാത്ത രീതിയിലായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളെല്ലാം. അതായത് ഇവിടെ ഒരു മരപ്പണിക്കാരനായി അല്ലെങ്കിൽ മരത്തിൻ്റെ പണിക്കാരനായിട്ടാണ് ഇവിടെ ഇദ്ദേഹം താമസിച്ചിരുന്നത്. അതിന് ശേഷമാണ് മറ്റുള്ള പണികളിലും അതിനു മുമ്പ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇദ്ദേഹം താമസിച്ചിട്ടുണ്ടെന്നും നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വാടക വീട്ടിലാണ് ഈ സവാദ് താമസിച്ചിരുന്നത്. ഒറ്റയ്ക്കല്ല, ഭാര്യയുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു 9 മാസമുള്ള ഒരു കുട്ടി കൂടി അവർക്ക് ഉണ്ടായി എന്നുള്ളത് കൂടിയാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത്തരത്തിലാണ് ഇവർ ഇവിടെ താമസിച്ച് വന്നുകൊണ്ടിരുന്നത്. അതായത് ഇവിടെയുള്ള മരപ്പണി എടുത്തുകൊണ്ട് ഇവിടെയുള്ള സാധാരണ ജനങ്ങളുമായി ഇടപെട്ട്, എന്നാൽ കൂടുതലായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. നാട്ടുകാരുമായിട്ട് അധികമായി സംസാരിക്കാറില്ല, അധികം നല്ല രീതിയിൽ പെരുമാറലോ അങ്ങനെ രീതിയിലുള്ള ഒരു കാര്യമോ ഉണ്ടായിരുന്നില്ല. വീട്ടുകാരടക്കം കുടുംബക്കാരടക്കം അവരോട് യാതൊരു വിധത്തിലുള്ള അല്ലെങ്കിൽ നാട്ടുകാരോട് യാതൊരു വിധത്തിലുള്ള സംസാരമോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ബന്ധമോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തിനും ഏകദേശം ഒരു വർഷത്തിലധികം ഇവിടെ താമസിക്കുകയാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 2010 ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ 13 വർഷം കഴിഞ്ഞു സവാദിനെ കണ്ടെത്തുവാനായിട്ട്. ഇത് പോലീസിന് അന്വേഷണം ഉണ്ടായിരുന്നു, പോലീസിന് പക്ഷേ അത് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പിന്നെ കോടതിയുടെ ഇടപെടലുണ്ടായി, അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ ഉണ്ടായി. മറ്റുള്ള പ്രതികളെ അടക്കം അത്തരത്തിൽ സാഹചര്യം ഉണ്ടാവുകയും കോടതി പിന്നീട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇടപെടുകയും പിന്നീട് NIA ഈ കേസ് ഏറ്റെടുക്കുകയായിരുന്നു. അതിനുശേഷം 13 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സവാദിനെ ഒരു സംശയത്തിനും ഇടവരുത്താത്ത രീതിയിലായിരുന്നു ഈ സവാദ് ഒളിച്ച് താമസിച്ചതിൽ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ സഹായങ്ങൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനും, അല്ലേ? തീർച്ചയായും സുരേഷ്, അതിന് മറ്റൊരാളുടെ സഹായമില്ലാതെ ഇത്രയും വർഷം ഇവിടെ ഒളിച്ചു താമസിക്കുക അത്ര യാതൊരു സാഹചര്യവുമില്ല. അതായത് ആരെങ്കിലും ഒരു സഹായം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത്തരത്തിൽ കിട്ടിയത് മൂലമാണ് ഇത്രയും. അർജുൻ തുടരുക. ഈ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അവർ പ്രതികരണം കേട്ട ശേഷം നമുക്ക് മടങ്ങിയെത്താം. ചെയ്തു എന്ന് മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നപ്പോഴാണ് യഥാർത്ഥ പേര് സവാദ് എന്ന് അറിയുന്നത്. ഇവിടെ വരുമ്പോൾ 2 ഭാര്യയും ഒരു കുട്ടിയും സവാദും മാത്രമാണ് ഇവിടെ വാടകയ്ക്ക് വരുമ്പോൾ. പിന്നീടാണ് ഒരു കുട്ടിയും കൂടി ജനിച്ചത്. ആ കുട്ടിക്ക് ഏതാണ്ട് ഒരു 9 മാസം പ്രായമായിരിക്കും, 2 വർഷമായി. നേരത്തെ വിളക്കോടാണ് താമസം എന്നാണ് പറഞ്ഞത്. അവിടെ നിന്നാണ് ഇവിടെ വരുന്നത്. ഇവിടുന്ന് ആശാരി പണി ചെയ്ത് ജീവിക്കുന്നതാണ്. തൊട്ട പ്രദേശങ്ങളിൽ പോയിട്ടാണ് പണിയെടുക്കൽ. ഈ പ്രദേശമായിട്ട് അങ്ങനെ ഒരു ബന്ധമൊന്നും ഈ വ്യക്തിക്കില്ല. കാരണം ചെറുപ്പക്കാരായിട്ടോ അല്ലെ കുടുംബങ്ങളായിട്ടോ ഒരു ബന്ധവും ഈ പ്രദേശത്തില്ല. ഇപ്പോൾ തൊട്ടവിടുത്തെ ഒരു വീട് വരുന്നത് ഈ STPI പ്രവർത്തകരുടെ വീടാണ്. അവിടെയാണ് ഇപ്പോൾ പണിയെടുക്കുന്നത്. ഇല്ല, ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിയായിട്ട് ആയിരിക്കും ബന്ധമില്ല. ഇവിടെ CPM-നും ലീഗിനും സ്വാധീനമുള്ള മേഖലയാണ്. NDF വളരെ അപൂർവമാണ് STPIക്കാർ. പക്ഷേ ഇവിടെയായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല. പക്ഷെ മറ്റു മേഖലക്കകത്ത് ബന്ധങ്ങൾ എത്രത്തോളാന്നുള്ളത് അത് അന്വേഷിക്കേണ്ടതാണ്. ഭാര്യയൊന്നായിട്ട് ഒരു ഓളെ ഇങ്ങോട്ട് ഇറങ്ങി പോയില്ല, ആ വീട്ടിൽ തന്നെ. രണ്ടാളും ഒന്നായിട്ട് പോകുന്നതല്ലാണ്ട് പുറത്ത് വീടുകളായിട്ടില്ല ബന്ധമൊന്നുമില്ല. ഏകദേശം എത്ര വർഷം ഇവിടെ 2 വർഷം. അർജുൻ, ഈ നാട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ നാട്ടുകാരുമായിട്ടോ മറ്റ് ആൾക്കാരുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. മറ്റ് ആ സ്ഥലങ്ങളിൽ ഉള്ള സംഘടനകളുമായോ രാഷ്ട്രീയ സംഘടനകളുമായോ പൊതുവിഷയങ്ങളിലുമായോ ഇടപെടുന്ന പ്രകൃതവുമല്ല.
ജോലി പോലും മറ്റ് സമീപ പ്രദേശങ്ങളിൽ പോയിട്ടാണ് ചെയ്യുക. അതും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ, ഒരു വ്യക്തി പറഞ്ഞതുപോലെ തന്നെ SDP പ്രവർത്തകരുടെ അത്തരത്തിലുള്ളൊരു വീടുകളിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അതായത് ഇദ്ദേഹത്തെ കൃത്യമായി സംരക്ഷിച്ച് നിർത്തിയത് ഇപ്പോഴും ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ തന്നെയാണ്. എല്ലാ ഒത്താശയും ചെയ്തുകൊണ്ടിരിക്കുന്നതും സഹായകം നൽകിക്കൊണ്ടിരിക്കുന്നതും ഇവർ തന്നെയാണ്. ഈ മരപ്പണി എന്നത് ഒരു മറയായി സ്വീകരിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള എല്ലാ തന്ത്രങ്ങളും എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തത് ഈ ഭീകര സംഘടനയുടെ ആൾക്കാർ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും സുരേഷ്, അത്തരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ മറ്റൊരാളുടെ സഹായമില്ലാതെ ഇത്രയും നാൾ ഇവിടെ താമസിക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. അത്തരത്തിൽ ഇങ്ങനെ താമസിക്കണമെങ്കിൽ ഒരു വർഷത്തിലധികം 2 വർഷത്തോളം ഇവിടെ താമസിക്കണമെങ്കിൽ മറ്റൊരാളുടെ സഹായം എന്തിനാലും വേണ്ടിവരും. തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിൽ ആയിരുന്നു അവസാനമായി ഈ സ്വവാദ മരപ്പണി ചെയ്തത്. അത്തരത്തിൽ മരപ്പണി ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെയാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇങ്ങനെ ഒരു വാടക വീട് എടുക്കണമെങ്കിൽ കൃത്യമായി തന്നെ അവരുടെ അഡ്രസ്സോ അല്ലെങ്കിൽ ആധാർ കാർഡ് അടക്കമുള്ളത് അവിടെ കാണിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ വാടകയ്ക്ക് കൊടുത്ത വീട് കേന്ദ്രീകരിച്ചായിരിക്കും ഇനി കൂടുതൽ അന്വേഷണം നടക്കുക. ഇവിടെ തൊട്ടടുത്തുള്ള ആൾക്കാരിൽ നിന്നും പ്രതികരണം തേടേണ്ടതുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട്, അവരുടെ മൊഴി എടുക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്കായിരിക്കും ഇനി നീങ്ങുക. എന്തിനാ തന്നെയും തൊട്ടപ്പുറത്തുള്ള വീട്ടിലാണ് ഇവർ ആശാരിപ്പണി എടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മരപ്പണി എടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ നീങ്ങുമ്പോഴാണ് ഒരു വർഷത്തിലധികം ഇവിടെ പണിയെടുക്കുകയും നാട്ടുകാരോട് കൂടുതലായി ഇടപഴകാതെ അയാളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തു. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലത്താണ് അവസാനമായി സവാദ് പണിയെടുത്ത വീട് എന്ന് പറയുന്നത്. അവസാനമായി ഇവിടെയായിരുന്നു മരപ്പണി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ വെള്ള പെയിന്റ് അടിച്ച ആ ഒരു വീട്ടിലായിരുന്നു അവസാനമായി സവാദ് പണി എടുത്തിരുന്നത്, അതായത് മരപ്പണി എടുത്തിരുന്നത്. ആ സാഹചര്യത്തിൽ നീങ്ങുമ്പോഴാണ് ഇത്രയും കാലമായി ഇവിടെ ഈ വീട്ടിൽ പണിയെടുക്കുന്നു, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പണിയെടുക്കുന്നു. എന്നിരുന്നാൽ തന്നെയും നാട്ടുകാർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പിടിയും കൊടുക്കാതെ ഈ സവാദിന്റെ വീട്ടിലേക്ക്, ഷാജഹാനിന്റെ പേരിലായിരുന്നു സവാദ് അവിടെ താമസിച്ചിരുന്നത്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അപരിചിതർ വന്നു പോകുന്നു, അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടോ? അവർ പറഞ്ഞോ ഈ നാട്ടുകാരുമായിട്ടും മറ്റ് ഒരു ബന്ധവും അദ്ദേഹം ഉണ്ടാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം പോലും ഉണ്ടായിരുന്നില്ല? ജോലി ചെയ്തു വരുന്നു, ഭാര്യയും മക്കളുമായിട്ട് പുറത്തു പോകുന്നു വല്ലപ്പോഴും, പക്ഷേ അപരിചിതർ ആ വീട്ടിലേക്ക് വരുന്നു. അത്തരത്തിലുള്ള ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടവർ ഒരുപക്ഷെ നാട്ടുകാർ അറിയില്ല, പക്ഷേ അപരിചിതർ വന്നു പോയിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? സുരേഷ്, അത്തരത്തിലുള്ള ഒരു വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. അതായത് മറ്റുള്ളവരുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടോ, അപരിചിതർ ഇവിടെ വന്നു പോയിട്ട് പോകുന്നുണ്ടോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. പക്ഷേ ഇദ്ദേഹം മറ്റുള്ളവരുമായി അധികമായി ബന്ധപ്പെടാതെ, ഇയാൾ അധികം ആൾക്കാരുമായി ബന്ധപ്പെടാതെ ആരുമായി അധികം സംസാരിക്കാതെയാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. മറ്റൊരാൾക്കും തൻ്റെ വിവരങ്ങൾ കൈമാറാതെ, താൻ ആരാണെന്നുള്ള ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത രീതിയിൽ ഇവിടെ കുടുംബമടക്കം താമസിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ വീട്ടിലാണ് അവസാനം അധ്യാപകൻ TJ ജോസഫിന്റെ കൈവിട്ടിയ കേസിൽ 1-ാം പ്രതി സവാദ് മട്ടന്നൂരിൽ താമസിച്ചത് 1 വർഷത്തിലധികമാണ്. ഷാജഹാൻ എന്ന പേരിലായിരുന്നു താമസം, കുടുംബവുമായാണ് താമസമെന്നും നാട്ടുകാർ പറയുന്നു. അർജുൻ PS ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ